സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നമ്മൾ. കാരണം ഇവിടെ വളരെ നല്ല രീതിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന 4 വ്യക്തിത്വങ്ങളാണ് ട്രാൻസ്ഫർ ആയി പോകുന്നത്. നമുക്ക് ഏറെ നഷ്ടപ്പെടുന്ന സജീവ്, സുനില്, ദീപ, ജിജിമൈ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളോടൊപ്പം കുറേ നാൾ വർക്ക് ചെയ്ത് ഞങ്ങൾക്ക് 2 മാസം. പക്ഷെ ഇവരൊക്കെ എനിക്ക് സജീവരെയൊക്കെ നേരത്തെ അറിയാവുന്നതാണ്. നല്ല ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നവരാണ്. തീർച്ചയായിട്ടും അത് താലൂക്കിന് നഷ്ടം തന്നെയാണ്. HRMS ഓർഡറായെങ്കിൽ പോലും ഇവരെ റിലീവ് ചെയ്യാതെ നമ്മളോട് പരമാവധി തിരിച്ചു നിർത്തിയെങ്കിലും നമ്മളോട് മാത്രമാണ് റിലീവ് ചെയ്യുന്നത്. നല്ല സീറ്റുകൾക്ക് തന്നെയാണ് ആ ഓഫീസിൻ്റെ എല്ലാം. 2024 നമുക്ക് താലൂക്കിൽ തന്നെ ഏറ്റവും നഷ്ടമുള്ള വർഷമാണെന്ന് പറയാം. ഞാൻ ഏറ്റവും കൂടുതൽ ഫയൽ എനിക്ക് വന്ന ഹൺഡ്രഡ് സീറ്റ് ഫയലാണ്. മറ്റ് സീറ്റിലേക്കാളും കൂടുതൽ ഫയൽ വന്നിട്ടുള്ളതാണ്. ഒത്തിരി പേര് പോയി. പക്ഷേ ഇത് കുറേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോവാണ്. സജീവ്, സുനിൽ, മൈക്കിള്, പുതിയ ആൾക്കാരാണ് ദീപ. ഉണ്ടല്ലോ, കാണുന്നില്ലല്ലോ. ഞാനവിടെ നിൽക്കുന്നതല്ല, എടുത്താൽ 4 പേരും വ്യക്തിപരമായിട്ട് എനിക്ക് ഏറെ അടുപ്പമുള്ളവരാണ്. ഞാൻ സർവീസിൽ ജോലി ചെയ്യുന്ന കളക്ടറേറ്റിലാണ്. അവിടെ ആദ്യം ഇരുന്ന സീറ്റ് പട്ടയം സീറ്റാണ്. C7ൻ്റെ ചാർജ് എനിക്ക് നൽകുന്നത് ജിജി സാറാണ്. അങ്ങനെ ഒരു ബന്ധം ജിജി സാറുമായിട്ടുണ്ട്. അതുപോലെ ഇവിടെ വന്നതിന് ശേഷം പുറമ്പോക്ക് കയ്യേറ്റം സീറ്റിൻ്റെ ചാർജ് ഞാൻ കൊടുക്കുന്നത് സജീവ് സാറിനാണ്. പിന്നെ റിലീസിൻ്റെ കാര്യത്തിൽ നമ്മൾ റിലീസ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ദീപയായിട്ട് ഒരു ബന്ധം അങ്ങനെയുണ്ട്. ഒന്നും ബന്ധമില്ലെങ്കിലും ബഹുമാനപ്പെട്ട നമ്മുടെ തഹസിൽദാർ, നമ്മുടെ വിശിഷ്ട അതിഥികളായ ജിജി മൈക്ക്, ദീപ ഇന്നലെ പോയതാണ് വിചാരിച്ചത്. അപ്പോൾ ആദ്യം പറഞ്ഞ 3 പേരുമായി ഇപ്പോൾ പറഞ്ഞ രീതിയിൽ വളരെ ഭക്ഷണ ബന്ധമാണുള്ളത്. നമ്മുടെ സുനിൽകുമാറിൻ്റെ ഭാര്യ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കി കൊടുക്കും. കപ്പവും മീനും കൈകൾക്കും എന്ന സൈഡ്. അതുപോലെ മീൻ പൊരിച്ചതുമായിട്ട് ഈ അടുത്ത 1.5 വർഷക്കാലം കൊണ്ടുള്ള വളരെ അടുത്ത ബന്ധം ഒരു സൗഹൃദത്തിലേക്ക് പോയി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജിജി മൈക്കിൾ നമ്മുടെ കളക്ടറേറ്റിൽ ജോലി ചെയ്യുകയും അതിനു മുമ്പ് വിജയ ഓഫീസിൽ ജോലി ചെയ്യുകയും പിന്നീട് ഇവിടെ എത്തിച്ചേരുകയും ചെയ്തതാണ്. ട്രാൻസ്ഫർ ആയതിനു ശേഷം ഞങ്ങളാണെങ്കിൽ തന്നെയും ഇടക്കിടക്കൊക്കെ ഓഫീസിൽ കാണാറുണ്ട്. അത് ജിജി മൈക്കിളുമായിട്ട് വളരെ കാലമായിട്ടുള്ള പരിചയവും സുഹൃത്ബന്ധവും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സജീവ് ഹരിദേവ്, അതിൻ്റെ കുറിച്ച് പറയുമ്പോൾ ഞാനുമായിട്ട് വില്ലേജ് ഓഫീസിൽ പലവീട് സേവനമനുഷ്ഠിക്കാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ടായി. നമുക്കറിയാം, വില്ലേജ് ഓഫീസിലെന്ന് പറഞ്ഞാൽ വിളിക്കുമ്പോൾ ഒരുപാട് തലവേദനകളുണ്ടാകും. ഏത് ഇൻസ്റ്റ് കാര്യങ്ങൾ വന്നാലും അതിനൊരു ഉത്തരം തയ്യാറാക്കി ഒരു റിപ്പോർട്ടാക്കി തയ്യാറാക്കി തരാൻ ബഹുമിടുക്കനായ സജീവ് ഹരിദേവ് ട്രാൻസ്ഫറായി ആ വില്ലേജ് ഓഫീസിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഞാനും അവിടെ നിന്ന് മാറിയെന്നുള്ളതാണ്. വളരെ നല്ല രീതിയിൽ സീറ്റുകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ദീപ പുതുതായിട്ട് ഇവിടെ വന്നതാണ് എങ്കിൽ തന്നെയും നല്ല രീതിയിൽ തന്നെ ആ തുടക്കത്തിൽ നല്ല ഗൗരവമേറിയ സീറ്റ് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഇവർക്ക് 4 പേർക്കും എല്ലാവിധ ആശംസകളും പറയുകയാണ്. അവർക്ക് തുടർന്നുള്ള നാളുകളിൽ നല്ല രീതിയിൽ അറിഞ്ഞ് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ കഴിയുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സജീവനെയൊക്കെ എല്ലാവരും കണ്ടുപിടിക്കേണ്ട ഒരു ഇത് തന്നെയാണ്. ഇത്രയും വർഷം സർവീസ് ഉണ്ടെങ്കിൽ ഒരു കാര്യം മൂലം നമ്മൾ പറഞ്ഞതിനകത്ത് എടുത്തു പറഞ്ഞില്ല. സീറ്റ് കൊടുത്താലും അന്നേരം നമ്മളോട് പറയാൻ ഇതുവരെ പറഞ്ഞില്ല ഒരു വാർത്തകൾ. സജീവനും നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പിള്ളേരെ ക്ലാസ് എടുക്കാനും ഇതിനെ കുറിച്ച് അറിയിച്ചില്ല. സജീവ്
DGMക്ക് ദീപ പ്രിയ സപ്പോർട്ടായിട്ട് ഞാൻ ഓഗസ്റ്റ് മാസമാണ് ഇത് വന്നത്. അതേപറ്റി ചെറിയ ഭയപ്പാടൊക്കെ ഞാൻ അറിയില്ല. ഇവിടെ സുധി സാറ്, പ്രദീപ് സാറ്, നാഗേഷ് സാർ, ലക്ഷ്മി സാർ, സാർ, പിന്നെ പ്രിയപ്പെട്ട സാർ എല്ലാവരും ഇത്രയും നാളും നല്ല രീതിക്ക് സഹായിച്ചു പോയത് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതൊരു പ്രത്യേകിച്ച് വിദ്വേഷമായിട്ടൊന്നും പെരുമാറിയിട്ടില്ലെന്നുള്ളതാണ് വിശ്വാസം. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. എല്ലാവർക്കും നല്ലതെന്ന് ഞാൻ ഈ ഓഫീസിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ആദ്യം പറഞ്ഞത് ഇതൊരു സിമ്പിളായ സീറ്റ് എല്ലാവർക്കും തന്നെ വരണം. ഞാൻ കൈകാര്യം ചെയ്യുന്നൊരു വിഷയമായിരുന്നു. ഒത്തിരി പെൻഡിങ് കേസുണ്ടായിരുന്നു. ഒത്തിരി ആൾക്കാർ ഇവിടെ ഈ ഓഫീസിലേക്ക് ഒത്തിരി ആളുകൾ കയറി ഇറങ്ങി ആ ഫയലുകളെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ എല്ലാ സ്ഥലത്തും സഹായിക്കും.